നല്ല സിമ്പിൾ ആയിട്ട് ഒരു അടിപൊളി നെയ്ച്ചോറ് ചെയ്ത് നോക്കാം. ആദ്യം ഇതിൽ നെയ്യാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാൻ അതിനുവേണ്ടി അന്വേഷണം നെയ്യാണ് എടുത്തിരിക്കുന്നത്. ഈ നെയ്യിന്റെ പ്രത്യേകത ഡെസി പശുവിൻപാലിൽ നിന്നുള്ള തൈരിൽ നിന്നുണ്ടാക്കിയ നെയ്യാണ്, ക്രീമിൽ നിന്നല്ല. അന്വേഷണം നെയ്യ് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. കാഷ്നട്ടും കിസ്മിസും ബ്രൗൺ കളറാക്കി ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുകയാണ്. അതേ നെയ്യിലേക്ക് ഹോൾ ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ്. സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒനിയൻ, ഗ്രീൻ ചില്ലി, 10 മിനിറ്റോളം ഒനിയൻ സോട്ട് ചെയ്തു. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തു. 2 കപ്പ് ജീര റൈസിന് 3 കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ സമയം നമ്മൾ ഇതിലേക്ക് നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ നാരങ്ങ ഇങ്ങനെ തന്നെ നമ്മൾ ഇതിലേക്ക് ഇടാണ്. ഒരു നുള്ളു പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. 2 കപ്പ് റൈസ് ഇതേപോലെ നല്ല വൃത്തിയായിട്ട് കഴുകി നമ്മൾ ഒരു 10 മിനിറ്റോളം വെള്ളത്തിലിട്ട് മാറ്റി വെച്ചാണ്. ഈ ഒരു പരുവത്തില് വെള്ളം എല്ലാം വറ്റി വരുമ്പോൾ അതിന്റെ മുകളിൽ അല്പം നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഫ്രൈഡ് ഒനിയൻ ഇട്ട് കൊടുത്തു. കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തു. അടച്ചു വെക്കാണ്. നല്ല ടൈറ്റ് ആയിട്ട് ഇവിടെ അടച്ചു വെക്കാം. ഇനി നമുക്ക് ഈ ഗീയുടെ പ്യൂരിറ്റി എങ്ങനെ ചെക്ക് ചെയ്യണേ നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ നെയ്യ് എടുത്ത് ആ ഒരു ഗ്രേനി ടെക്സ്ചറിലാണ് ഉള്ളതെന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യുക. ആ ഒരു നെയ്യിന്റെ സ്മെല്ല് ഏത് രീതിയിലാണ് വരണേന്ന് നോക്കുക. അത് നമ്മൾ ജസ്റ്റ് വായിലിട്ടാൽ തന്നെ എങ്ങും ടച്ച് ചെയ്യാതെ സ്മൂത്ത് ആയിട്ട് ഇറങ്ങി പോവാ. അപ്പൊ അത് നല്ല നെയ്യാണ്, നമുക്ക് പ്യൂരിറ്റിയോട് കൂടി നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. ഒതന്റിക് ഫുഡിനോട് പാഷനേറ്റ് ആയിട്ടുള്ള ഒരു IIT ടീം നിർമ്മിച്ചാണ് അന്വേഷൺ ഗീ. ക്വാളിറ്റിക്കായി 17 ലാബ് ടെസ്റ്റ് പാസ്സായി ആമസോണിലെ ടോപ്പ് റേറ്റിൽ നിൽക്കുന്ന ഒരു ഗീ ആണ് അന്വേഷൺ ഗീ. ഇത് തുറക്കുമ്പോൾ തന്നെ നമുക്ക് നെയ്യിന്റെ ഒരു റിച്ച് ആയിട്ടുള്ള ഫ്ലേവർ കിട്ടുന്നുണ്ട്. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്നട്ട്, കിസ്മിസ്, ഫ്രൈഡ് ഒനിയൻ, അല്പം മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യ് കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു.